ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് PSCയുടെ എക്സാം കലണ്ടറിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 3 പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് ഒരു കോമൺ എക്സാം നടക്കാൻ പോവുകയാണ്. അതായത് 3 പോസ്റ്റുകളാണ്. ഒന്ന് ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ്, അതേപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രിക്കലാണ്, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ പോസ്റ്റ്. ഈ 3 പോസ്റ്റുകളിലേക്ക് ഇത് ഓരോന്നും ഇലക്ട്രീഷ്യൻ വന്നിരിക്കുന്നത് മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. കേരള ടൂറിസം ഡെവലപ്മെന്റ് ലിമിറ്റഡിലാണ് ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ വന്നിരിക്കുന്നത്. സോ ഈ 3 പോസ്റ്റിലേക്കും, അതായത് കാറ്റഗറി നമ്പർ 4/2023, 252/2023, 672/2024 ഈ 3 കോമൺ എക്സാംസുകൾ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 30 ആണ് കേട്ടോ. സെപ്റ്റംബർ 30ക്കാണ് ഈ എക്സാംസ് നടക്കാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണല്ലേ ഈ പോസ്റ്റുകൾക്ക് വേണ്ടി നടക്കാൻ പോകുന്നത്. അതായത് ഓൾറെഡി നിങ്ങൾ പല എക്സാംസുകളിലായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഇലക്ട്രീഷ്യൻ സിലബസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ആ ഒരു ഇലക്ട്രീഷ്യൻ സിലബസ് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ച് ക്രാക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സിലബസ് ആണ് ഇത്. നിങ്ങൾ പഠിക്കേണ്ടത് നിമി ബേസ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാനും പറ്റും. സോ ഇതിൽ വരുന്ന സിലബസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുകയാണെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി വരുന്നുണ്ട് ഒരു മൊഡ്യൂളായിട്ട്. അതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം ഓരോന്നിൽ നിന്ന് 10 മാർക്സ് വെച്ചിട്ടാണുള്ളത്. അതേപോലെ ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റത്തിൽ നിന്ന് 10 മാർക്സ് ഉണ്ട്. And then measurement and measuring instrument in the 10 marks. Then safety, first aid, battery and solar cell. അപ്പോൾ ഇത് പൊതുവെ ബിടെക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എന്താണ് പുതിയ ടോപ്പിക്കുകളായിട്ട് വരും. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഓൾറെഡി നേരത്തെ എഴുതിയിട്ടുള്ള ട്രേഡ്സ്മാൻ എക്സാമിനും മറ്റ് എക്സാമുകൾക്കൊക്കെ നിങ്ങൾ എഴുതിയിട്ടുള്ള സെയിം കോമൺ സിലബസ് തന്നെയാണ്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദെൻ വയറിംഗ് ആക്സസറീസ്, വേരിയസ് വയറിംഗ് സിസ്റ്റംസ് ഒക്കെ വരുന്നുണ്ട്. അതാണ് 6th മൊഡ്യൂൾ. Then machines, അതിൽ DC machines, DC generator, DC motor. Then DC മെഷീൻസിൽ തന്നെ DC നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ മൊഡ്യൂൾ 8 ആയിട്ട് വരുന്നത് AC മെഷീൻസ് ആണ്. AC മെഷീൻസ് അതിൽ ട്രാൻസ്ഫോമർ വരുന്നുണ്ട്, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, ആൾട്ടർനേറ്റർ, 3 ഫേസ് സിങ്ക്രണസ് മോട്ടർ ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ടോപ്പിക്കിന് അണ്ടറിൽ. ദെൻ മൊഡ്യൂൾ 9 ഡിജിറ്റൽ ഇലക്ട്രോണിക്സും മൊഡ്യൂൾ 10 പവർ ഇലക്ട്രോണിക്സും ആണ് എന്ത് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് സിലബസിൽ വരുന്നത്. എല്ലാ ടോപ്പിക്കും ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന എക്സാംസുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഇതിലുള്ള ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്കോർ വാങ്ങാൻ സാധിക്കും. സോ ഓൾറെഡി നിങ്ങൾ ഇത്തരം എക്സാംസുകൾക്ക് പഠിച്ച ആളുകളാണെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഇനി ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, തിയറി മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല, ഇനിയുള്ള ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻസും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ എക്സാംസിൽ നല്ല സ്കോർ സെക്യൂർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.